ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവാസികളുടെ വോട്ട് പെട്ടിയിൽ വീഴ്ത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൈക്കോളജിക്കൽ മൂവ്. കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള വിമാന യാത്രാക്കൂലി സ്വകാര്യ കമ്പനികൾ കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുന്നതിന് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിവിൽ വ്യോമസേനാ മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. വിമാന നിരക്ക് 2019 ഫെബ്രുവരിയിൽ നിലവിലുണ്ടായിരുന്ന നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ വിദ്യാലയങ്ങൾക്ക് വേനൽ അവധിയാണ്. ഈ വേളയിൽ വലിയ തോതിൽ മലയാളികൾ കേരളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് 200 മുതൽ 400% വരെ എയർലൈൻ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ 3 നിന്നുമുള്ള നിരക്കുകൾ ഈ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബോയിംഗ് 737 മാർക്ക് 8 വിഭാഗത്തിൽപ്പെട്ട ഏതാനും വിമാനങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചാർജ് വർധനവിന് ന്യായീകരണമാകുന്നില്ല. യാത്രാക്കൂലി വർദ്ധിപ്പിക്കരുതെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടർക്ക് ജനറൽ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ യാത്രക്കാർ കൂടുതലുള്ള ഇപ്പോഴത്തെ സാഹചര്യം മുതലാക്കാൻ വിമാന കമ്പനികൾ തയ്യാറായിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന ഭൂരിഭാഗം കേരളീയരും ചുരുങ്ങിയ വേതനം ലഭിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിരക്ക് വർധന താങ്ങാനാവില്ല. വിമാന കമ്പനികൾ യോജിച്ച് നിരക്ക് കൂട്ടിയിരിക്കുകയാണെന്ന ആശങ്കയും യാത്രക്കാരിലുണ്ട്. ഈ സാഹചര്യം വിലയിരുത്തി അടിയന്തരമായി ഇടപെടണമെന്ന് കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത് കേരളത്തിലാണ്. ആ വോട്ടിൽ കണ്ണും നട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സാധാരണ വേനലവധിക്കാലത്ത് വിമാന കമ്പനികൾ ചാർജ് വർദ്ധിപ്പിക്കുന്നത് പതിവാണ്. അത് മുന്നിൽ കണ്ട് സ്വകാര്യ വിമാന കമ്പനികളുമായി ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറായില്ല. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വലിയ വിമാന കമ്പനികൾ സർവീസ് നടത്താത്തതിനെ തുടർന്ന് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മുൻകൈ എടുത്തിരുന്നു. പ്രവാസികൾ ഏറ്റവും കൂടുതൽ വിമാനം ഇറങ്ങുകയും പോവുകയും ചെയ്യുന്ന കരിപ്പൂർ വിമാനത്താവളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി കാര്യമായ രീതിയിൽ ഇടപെട്ടില്ല. UDF MP PK കുഞ്ഞാലിക്കുട്ടി നേരിട്ട് ഇടപെട്ടാണ് പ്രശ്നങ്ങൾക്ക് ഒരുവിധം പരിഹാരമായത്. പ്രവാസി വോട്ട് ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി കത്തയച്ച സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ട് വിമാന കമ്പനികളോട് നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി പിണറായിക്കും LDFനും തിരിച്ചടിയാകും. BJPക്ക് തിരഞ്ഞെടുപ്പ് നേട്ടവുമാകും. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് കാര്യമായി ഒന്നും ലഭിക്കില്ലെന്ന് പരാതി പറയുന്നവരാണ് മുഖ്യമന്ത്രിയും മുന്നണിയും. അതിനാൽ വിമാന ചാർജ് കുറച്ച ശേഷം സംസ്ഥാനം ആവശ്യപ്പെട്ടത് ചെയ്തെന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിക്കാനും കേന്ദ്രം ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവരോട് വാ അടപ്പിക്കാനും അതിലൂടെ കഴിയും. അതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കം അട്ടിമറിക്കാൻ സംസ്ഥാനത്തെ BJP നേതാക്കൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ടെന്ന് അറിയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.